ഇന്റർവ്യൂ മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ ഹൈദരാലിയുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചാനലിനകത്ത് മാരാർ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഹൈദരാലിയുടെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു. അഖിൽ മാരാറിന്റെ അടുത്ത് നിങ്ങൾക്കൊക്കെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്സാപ്പ് നമ്പറിലോട്ട് അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിൽ കുറെ ആൾക്കാർ ഇതിനൊക്കെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികൾ ആരാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാവരുടെയും ഉള്ളിൽ കാണും അല്ലെ. കാര്യം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് അഖിൽ മാരാർ ഇത് പറഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഇതാരാണ്, എന്തുകൊണ്ട് പെൺകുട്ടികളുടെ പേര് പറയുന്നില്ല. അത് മാത്രമല്ല, മാരാർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പം അതിനകത്ത് കയറിയ ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും കൂടിയാണ് ഇതൊരു ബാധിക്കുന്നത്. അപ്പൊ ഇതാരാണ് എന്നുള്ള എല്ലാവർക്കും ചോദ്യം കാണും. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ പറയുന്ന ഓരോ കണ്ടസ്റ്റൻസിനെയും വീട്ടുകാരുടെ അവസ്ഥയും കൂടെ ആലോചിക്കണം. എല്ലാവർക്കും ഉള്ളിൽ വിഷമങ്ങളും കാര്യങ്ങളും കാണും. അപ്പം ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഹൈദരാലി ഇന്ന് ഇന്റർവ്യൂവിൽ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ വെക്കാം. നിങ്ങൾക്ക് അതിന്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ആ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ല, ഇത് രഹസ്യമല്ല. അഖില് ചിന്തിക്കണം. സിമ്പിൾ ആയിട്ട് ഷോയ്ക്ക് എത്രയോ സ്ത്രീകൾ ബിഗ് ബോസിന്റെ അകത്ത് പോകാത്ത എത്രയോ സ്ത്രീകളുണ്ട്. അവരുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഭയമല്ല. അഖില് പറയല്ലേ, അഖില് പറഞ്ഞ കാര്യത്തിൽ ആ വീട്ടിലിരിക്കാൻ അച്ഛനും അമ്മയ്ക്കും തെറ്റ് ചെയ്യാത്തവർക്ക് ഒരു ശതമാനം പോലും വിഷമം അവർക്കുണ്ടല്ലോ. എന്റെ മോൾ അവിടെയാണ്, എന്താണ് സംഭവിച്ചെന്നുള്ള ഭയം. ആ പിള്ളേരെ ഓർത്ത് അച്ഛനും അമ്മനും ഭയമില്ലേ? അല്ലെ കൂടപ്പുറപ്പുകൾക്ക് ഭയമില്ലേ? അവർക്ക് എല്ലാവരും ചോദ്യചിഹ്നത്തിന് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിലേക്ക് വരുന്ന ഒരു മത്സരാർത്ഥി പൊതുവെ വീട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് പോകുന്നവരല്ല. പൊതുവെ ഇപ്പം കഴിഞ്ഞ സീസണിൽ ഇപ്പൊ ശോഭ തന്നെ പറഞ്ഞ എന്താ, ശോഭയുടെ കാരണം ബിഗ് ബോസിലെ കഴിഞ്ഞ സീസണിൽ ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നല്ലോ ശോഭ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ശോഭയുടെ വീട്ടുകാർക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു ശോഭയുടെ ചേട്ടൻ. അതുകൊണ്ടാണ് നമ്മുടെ ഫാമിലി എപ്പിസോഡ് വന്ന സമയത്ത് ഇവര് വരാഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരം ഉണ്ടായിട്ടുണ്ട്. ശോഭയുടെ വീട്ടിൽ ചിലപ്പോൾ ശോഭ പറഞ്ഞിട്ടായിരിക്കത്തില്ല പോയെ, പക്ഷെ അതേപോലെ ആയിരിക്കണമെന്നില്ല ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും. ഇതിപ്പോ മാരാർ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എല്ലാവരെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാരാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെല്ലാം കറക്റ്റ് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നലെ സിബിന്റെ ഒരു ഇന്റർവ്യൂവിൽ സിബിനും കുറെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ സിബിന്റെ കേസിൽ നമുക്ക് ഓക്കെ പറയാം. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോൾ ഇത് എല്ലാവരെയും കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈ ഒരു പേര് പറയുക. പക്ഷെ പേര് പറയുന്നതിന്റെ കാര്യത്തിൽ വരുമ്പം കുറെ ആൾക്കാർ വന്ന് എനിക്കും വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഒരാളുടെ പേര് പറയാൻ പറ്റും. ഇപ്പൊ ഒരു പീഡന കേസിലായിട്ടുള്ള ഒരു പെണ്ണിന്റെ ആ ഒരു വിക്ടിമായിട്ടുള്ള ഒരു പെണ്ണിന്റെ പേര് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറെ ആൾക്കാർ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറയുന്നുണ്ട്. ശരിയാണ്, പേര് പറയാൻ പറ്റില്ല. പേര് പറയുമെങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ വിടും. ഈ പറയുന്ന ചാനലിന്റെ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന രണ്ടുപേരെന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ പോലും പേര് പറയുന്നില്ല. ഏതെങ്കിലും ഒരാൾക്കാർ ഇതൊരു കേസോ കാര്യങ്ങളോ ആയിട്ട് പോവാതെ മാരാറിന്റെ വായും കൊണ്ട് ഇത് പറയാനായിട്ട് താല്പര്യമില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാരാർക്ക് അതിന്റെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ഇതിനെ ആരെങ്കിലും ഡിഫമേഷന് കേസ് എടുത്താലോ എന്തെങ്കിലും തേങ്ങ ആയി കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ പോണ്ടി വരും. അത് മാരാർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പക്ഷെ മാരാർ കാണിച്ച ആ ഒരു ധൈര്യം ഭയങ്കരമാണ്. ഒരു പക്ഷെ ഒരുപാട് ആൾക്കാർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാരാറിന്റെ വായും കൊണ്ട് പറഞ്ഞതിനകത്ത് ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു കേസ് വരുമ്പം എല്ലാ ഫീമെയിൽ കണ്ടസ്റ്റൻസിന്റെയും ഇടയിലോട്ട് എന്താ പറയണ്ടേ, ഭയങ്കര ഒരു മോശമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ബിഗ് ബോസിലോട്ട് ഒരു ചാൻസ് കിട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ വീട്ടിൽ പറയുകയും അല്ലെങ്കിൽ നാട്ടിൽ പറയുകയും എനിക്ക് ബിഗ് ബോസിൽ ചാൻസ് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർ പറയുന്ന, ഓ നീ നിനക്ക് കിട്ടിയത് എങ്ങനെയാ നമുക്കറിയാം, അത് ഇന്നാളെ മാരാറിന്റെ വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ ഓരോരുത്തരെ പറ്റി, അങ്ങനെ പറയത്തുള്ളൂ. അത് മാരാർ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്നിട്ട് വേറൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് പറയുന്നുണ്ട്, ഇത് ഏത് സീസണുകളിലാണ് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് മാരാറിന്റെ അടുത്ത്. അപ്പൊ മാരാർ അതിന്റെ കുറച്ച് ആൻസറും പറയുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള കേട്ടു നോക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാ മത്സരാർത്ഥികളും, കാരണം ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവാ. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് അതിനെ കുറിച്ചിട്ട് അത്ര താല്പര്യമൊന്നും ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മറ്റും കാര്യത്തിൽ അവരുടെ സ്വന്തം പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് നല്ല കാര്യമാണ്. അവനവന്റെ നിലപാട് അവനവൻ തന്നെ എടുക്കണം, അത് പോകണം. പക്ഷേ ഇതുവരെ കഴിഞ്ഞു. അവർക്ക് പരാതിയില്ലാത്തടത്തോളം കാലം അവരിതെല്ലാം പറയുന്ന അവർക്ക് പേടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അറിയോ, ഇപ്പോഴും ഈ സിബിന്റെ കേസ്, സിബിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവര്. പുറത്ത് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു കളയും, കരിയർ ഇല്ലാതാക്കി കളയും, മറ്റേത് ചെയ്ത് മറിച്ച് ചെയ്ത് കളയും എന്ന് പറഞ്ഞിട്ട് ഇവനെ ഭ്രാന്തനാക്കി ചിത്രീകരിക്കാൻ കൂടെ ശ്രമിച്ചു കളഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, നമുക്ക് ഇതിനകത്ത് എന്തുകൊണ്ട് അത്ര ദേഷ്യം വരുന്നറിയാവോ? ബൈപ്പോളാർ ഡിസീസിനുള്ള ഒരു മെഡിസിൻ ഒരു രീതിയിലും പോലും ജീവിതത്തിൽ സൈക്കാട്രിക് മെഡിസിൻ കഴിക്കാത്ത ഒരുത്തനെടുത്ത് കൊടുക്കുക. സിബിന്റെ കയ്യിൽ അവന്റെ എക്സ്ക്ലൂസീവ് നിങ്ങൾക്ക് കിട്ടിയാൽ അവൻ അതിന്റെ പ്രൂഫ് അടക്കം പുറത്തു വിടും. ഈ ഒരു കാര്യത്തിൽ മാരാർ പറഞ്ഞൊരു വളരെ സീരിയസ് ആയിട്ടൊരു പോയിന്റാണ്. കാര്യം ബൈപ്പോളാർ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് കൊടുക്കുന്ന മെഡിസിനാണ് ഈ പറയുന്ന സിബിന് കൊടുക്കാൻ പോയതെന്നും അത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് ഇതിന്റെ ഒരു കാര്യം മനസ്സിലാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അത് സിബിന്റെ എക്സ്ക്ലൂസീവ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയുന്നുണ്ട്. പക്ഷെ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടൊരു അലിഗേഷനാണ്. ശരിക്കും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സിബിൻ ഇതൊരു കേസോ പ്രശ്നമോ ആക്കാതിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോൺട്രാക്റ്റും കാര്യങ്ങളോ കാണാം, കോൺട്രാക്റ്റോ കാര്യങ്ങളോ എന്ത് തേങ്ങയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും
ഒരാളുടെ ലൈഫിൽ എത്രത്തോളം ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നറിയോ ഇതൊക്കെ ശരിക്കും മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു കാര്യത്തിനകത്തോട് തീർച്ചയായിട്ടും മാരാർ പറഞ്ഞത് അംഗീകരിക്കാൻ തന്നെ പറ്റും. കാര്യം മാരാർ ഒരു കാര്യമില്ലാതെ ഇത് വന്നിരുന്ന് വെറുതെ പറയേണ്ട ആവശ്യമില്ല. മാരാർ സംബന്ധിച്ച് ഒരു കാര്യം മനസ്സിലാക്കാതെ ഒരു വിഷയത്തിൽ വന്നിരുന്ന് സംസാരിക്കാറുമില്ല. പല കാര്യങ്ങളും മാരാർ പ്രതികരിച്ചിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ആക്ഷൻ എടുക്കണം. ഈ പറയുന്ന ഈ 2 പേർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ തീർച്ചയായിട്ടും ഇത് ചോദിക്കുക തന്നെ ചെയ്യണം. ബിക്കോസ് അത്രയും വലിയ ഒരു ചാനലും കാര്യങ്ങളിലും അതിന്റെ ടോപ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഈ ഒരു ഷോയെ വെറുത്തോണ്ടിരിക്കത്തേ ഉള്ളൂ, അല്ലെ? എല്ലാവരും ഈ ഷോയെ വെറുക്കത്തേ ഉള്ളൂ. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ലൈവ് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, വളരെ കുറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഇപ്പൊ ലൈവ് കാണുന്നത്. നേരത്തെ 30,000 40,000 പേര് കണ്ടുകൊണ്ടിരുന്ന ലൈവ് 10,000 പേരൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാരാറിന്റെ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ എന്തുമാത്രം അത് ബാധിച്ചിട്ടുണ്ട് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ബാക്കിയുടെ കേട്ടു നോക്കാം. അവന്റെ കയ്യിൽ ആ മെഡിസിന്റെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇമാതിരി തെമ്മാടിത്തരങ്ങൾ ഇന്നലകളിൽ പലരോടും കാണിച്ചു വെക്കുകയും അതിൽ പല ആൾക്കാർ നിശബ്ദരാകുകയും പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് തന്നെ ബിഗ് ബോസിൽ എത്ര പേര് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് അറിയോ? അഖിലേട്ടൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ നിങ്ങളുടെ കണക്ക് സംസാരിക്കാൻ നമുക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്തിനാ പേടിക്കുന്നത്? ആരെ പേടിക്കുന്നത്? ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഇവന്മാരാണോ? ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഇവന്മാരല്ല. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഇവന്മാരാണ് നമ്മൾ വരുത്തി തീർത്തോണ്ടിരിക്കുകയാണ്. അല്ല, ബാക്കി സീസണിലാണ്. ഈ 6ാമത്തെ സീസൺ നമ്മൾ അറിയാൻ പോകുന്നുള്ളൂ. നമുക്കറിയില്ല, ഇറങ്ങിയാലും അറിയാൻ പറ്റുള്ളൂ. ഇറങ്ങിയവരും പറഞ്ഞോ? ഇറങ്ങിയത് 6ാമത്തെ സീസണിൽ നിന്ന് പുറത്തായ സ്ത്രീകളും എല്ലാം പറഞ്ഞോ? ഇത് പുതിയത് ഞാൻ ഇന്നലെ കേട്ടതല്ലെന്ന്. ഇതെന്താണെന്നറിയോ? ഇപ്പൊ നമ്മളെടുത്ത് ഇപ്പൊ എന്റെ അടുത്ത് അന്ന് മത്സരത്തിന് പോകണമെന്ന് ഇത് കേട്ടിരുന്നോ? മുമ്പ് ഇങ്ങനെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിരുന്നു, അതായത് ബിഗ് ബോസിനകത്ത് എടുക്കുന്നതിന് അങ്ങനെയൊന്നും എടുക്കത്തില്ല, എന്നെയൊന്നും എടുക്കത്തില്ല, അതിനകത്ത് പ്ലാനുകളുണ്ട് മാർക്ക് എന്നൊക്കെയുള്ള രീതിയിൽ ചില മത്സരാർത്ഥികളുടെ ഭാഗത്ത് നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോകാൻ പറ്റുമെന്നേ പൊക്കോ നീ എന്ന രീതിയിൽ പറയുന്നുണ്ട്. കേട്ടല്ലോ, വ്യക്തമായിട്ട് കേട്ടല്ലോ. ഈ ഒരു സീസൺ അല്ല എന്നാണ് പറയുന്നത്, കഴിഞ്ഞ മാരാറിന്റെ സീസണും അല്ലെന്ന് പറയുന്നത്. അപ്പൊ മുമ്പേ നടന്ന സീസണുകളിൽ ഏതെങ്കിലും ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് മാരാറിന്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാര്യം മാരാർ പറഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടായിരുന്നു ഈ ഒരു സീസണിലെ ഒരു കണ്ടസ്റ്റന്റ് ആണോ അതോ കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റന്റ് ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ മേ ബി കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റന്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഡൗട്ട് തീർച്ചയായിട്ടും പുള്ളിക്കാരൻ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്തായി കഴിഞ്ഞാലും സീസൺ 6 സീസൺ 5 ഉള്ളതല്ലെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ സീസണിൽ തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് നാദിറ മെഹ്റൻ എന്ന് പറയുന്നത്. അപ്പൊ LGBTQ റെപ്രസെന്റേറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ്. കിടിലൻ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ നാദിറ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. നാദിറ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. കാര്യം അവരെയും പേഴ്സണലി ഈ ഒരു വിഷയം നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, മാരാറിന്റെ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് കാരണം. അപ്പൊ അതൊന്ന് കേട്ടു നോക്കാം. പരാമർശം വന്നിട്ടുണ്ട്. ബിഗ് ബോസിൽ പോയ സ്ത്രീ കണ്ടിരുന്നു, കേട്ടായിരുന്നു. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പലരും കമന്റിലൂടെ പറയുന്നുണ്ട്, അഖില് കാണിച്ചൊരു ധൈര്യത്തെ ഞാൻ ആ ധൈര്യത്തെ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തുറന്ന പരാമർശം നടത്താൻ കാണിച്ച ധൈര്യം. പക്ഷേ അതൊരു കൂട്ടം മനുഷ്യരെ ആക്ഷേപിച്ചുകൊണ്ടാകരുത്. പ്രത്യേകിച്ച് സീസൺ 5 സ്ത്രീകൾ പലരും, സ്ത്രീകളിൽ ആദ്യം ജനറലൈസ് ചെയ്ത് പറഞ്ഞു, പിന്നെ അതിൽ ചിലർ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത്. അത് അഖില് പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ തെളിവുണ്ടെന്ന്. തെളിവ് തരാത്ത പക്ഷം അതൊരു എന്താ പറയട്ടെ, ആരോപണം മാത്രമാണ്. അതിനെ ആ ആരോപണം എന്തെങ്കിലും തെളിവായിട്ട് വരുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് അഖിലല്ല അത് പറയേണ്ടതും, നേരെ മറിച്ച് അതിൽ ബന്ധപ്പെട്ട സ്ത്രീകളാണ് വിഷയം സംസാരിക്കേണ്ടതും. പക്ഷെ ഇത്രയും പറയാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയാൻ കാണിക്കുന്നില്ല എന്നുള്ള സങ്കടം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യനെറ്റിലെ ആരുടെയൊക്കെ ഉള്ളിലൊരു ഇതുള്ളതുപോലെ, ഗ്രഡ്ജ് ഉള്ളതുപോലെ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവരുടെ പേര് സധൈര്യം തുറന്നു പറയാൻ അഖില ഒരു ഇത് കാണിക്കുന്നു, തയ്യാറെടുപ്പ് കാണിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട്. കാരണം എനിക്ക് നിരന്തരം എൻ്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് നീയല്ലേ ആ ഏഷ്യനെറ്റിലെ ആളുകളോ കൂടെ പോയതെന്നുള്ള കമന്റുകളും മെസ്സേജുകളും എനിക്കുണ്ട്. ട്രാൻസ് വനിതയായ എനിക്ക് അത്തരത്തിലുണ്ടെങ്കിൽ എൻ്റെ കൂടെ മത്സരിച്ച സഹമത്സരാർത്ഥികൾ വനിതകളായിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം സൈബർ ബുള്ളിങ്ങും ഇല്ല എത്രത്തോളം അവർ ഒരു തെറ്റിൻ്റെ നേരെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എനിക്ക് ഒരു തരത്തിലും അഖിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കേട്ടല്ലോ, നാഗര പറഞ്ഞ ഇതാണ് കാര്യം. മാരാറ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം ഏറ്റവും കൂടുതലായിട്ട് എല്ലാ പെണ്ണുങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. എല്ലാ കണ്ടസ്റ്റൻസും അത് പലപ്പോഴും പല ആൾക്കാരും അത് തുറന്ന് പറയാത്തതാണ്. പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള നാദിറെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നാദിറ പറയുന്നുണ്ട്. ശരിയാണ്. കാര്യം മാരാർ എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ പറയുമ്പോൾ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അറ്റ്ലീസ്റ്റ് മാരാറിന് ആ ഒരു ചാറ്റോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഫീമെയിൽ ആയിട്ടുള്ള ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ ഒക്കെ പേര് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആൾക്കാരുടെയെങ്കിലും മാരാറിനെ പറയാനായിട്ടുള്ള ആ ഒരു ഗഡ്സ് കാണിക്കണമെന്നാണ് പറയുന്നത്. ഇന്നലെ സീസൺ 6 നിന്ന് കോമണർ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നിഷാന. അപ്പൊ നിഷാന പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും ബിഗ് ബോസിൽ കയറാൻ നിൽക്കുന്ന പെൺകുട്ടികളെയും കൂടെ ബാധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മാരാർ ഈ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും മാരാർ അത് വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ
അത് വളരെ മോശമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ മാരാർ ഇന്ന് കുറച്ച് മുന്നേ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ലൈവ് വന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നു എനിക്കത് പറയേണ്ട ആവശ്യമില്ല, അത് വേറെ ആർക്കും പരാതിയില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇനി വീണ്ടും എനിക്ക് തോന്നുന്നു ചർച്ചകൾ വരത്തേയുള്ളൂ. മിക്കവാറും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഇതിനെ പറ്റിയിട്ട് പ്രതികരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം.